സുരേഷ് ചേട്ടൻ എന്തിനാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്? അത് അവരൊരു സെൽഫിഷ് തോട്ടാണ്. കാരണം അവർ സീസൺഡ് ആക്ടർ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടർ എന്ന നിലയിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എന്റെ വീട്, എന്റെ കാറ്, എന്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സിനിമാ താരമല്ല. അപ്പോൾ ഒരു സിനിമാ താരത്തിനെ സഹായിക്കുന്നതിന് ഒരു പരിധിയുമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ പവർ ആവശ്യമാണ്. ഒരു നാടിനെ സ്നേഹിക്കണമെങ്കിൽ, സേവിക്കണമെങ്കിൽ, ഒരു സംസ്ഥാനത്തിനെ സഹായിക്കണമെങ്കിൽ, സേവിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ പവർ കൂടിയേ തീരൂ. അതുകൊണ്ട് ഞാൻ കൊടുത്ത ക്ലാരിഫിക്കേഷൻ ഇതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലും ഉണ്ടാവണം, സിനിമയിലും ഉണ്ടാവണം, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാവണം. അപ്പോൾ ഈസ് 3 in 1. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടാവണം, സിനിമയിലും രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഇടയിലും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. അതിന് ചോദ്യവും വിശദീകരണവും എല്ലാം ടിന്നി തന്നെ കൊടുത്തെങ്കിലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാനത് ഇതിന്റെ പാപ്പന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു റിപ്പോർട്ട് കാർഡ്, അതിൻ്റെ ഈ എൻ്റെ ജാതിയോടോ, എൻ്റെ രാഷ്ട്രീയത്തോടോ, എൻ്റെ നിറത്തിനോടോ, എൻ്റെ ഗുണങ്ങളോടോ ഒന്നും ഒരു തിമിരം വെച്ച് കാണാതെയും അല്ലേ, നുകർന്നറിയാതെയും ഒക്കെ വളരെ ഒരു സോഫ്റ്റ് ഹാർട്ടഡായിട്ട്, വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് ഒരു അനാലിസിസ് നടത്തും. എന്നെക്കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ, എൻ്റെ ആ ഒരു ചെയർ കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ, ഞാനും കൂടി ഭാഗമായ ഒരു ഭരണവർഗത്തിൻ്റെ ഗുണഭോക്താക്കൾ മുന്നോട്ട് വരൂ. ഞാൻ തള്ളാൻ വരില്ല. ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. എല്ലാവരും വരൂ. കോവിഡ് കാലത്ത് വന്ന കോവിഡിന് ഞാൻ 10 പേർക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ 10 പേരല്ല വരുന്നത്. അത് കാരണം ഒരു ഫ്ലൈറ്റ് വീഴുമ്പോൾ അതിനകത്ത് വേറെ ഒരു 200-250 പേരും കൂടിയാണ് വരുന്നത്. പൃഥ്വിരാജനും ബ്ലസ്സിക്കും വേണ്ടി ഒരു അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വന്നു 180 പേര് ജോർഡാനിൽ നിന്ന്. അത് പൃഥ്വിരാജ് കാരണം തന്നെ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷനിൽ വന്നു എന്നുള്ളത് നിങ്ങൾ ഉടനെ പൃഥ്വിരാജിനെ താൻ ഉണ്ടാക്കത്തുള്ളൂ എന്ന് ചോദിക്കുന്ന വർഗത്തിനോട് എനിക്ക് ഭയങ്കര വെറുപ്പ, പുച്ഛമാണ് കേട്ടോ. ഇത് ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ അതിനുള്ള വാക്ക് പറയുന്നില്ല. ഇല്ലെങ്കിൽ നല്ല വാക്കുണ്ട് പറയാൻ. അത് പറയും, ഞാൻ പറയുന്ന ആളാണ്. കാരണം കൃത്യമായി ശുദ്ധമായ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത്. ഉടനെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് ഒന്നും നിങ്ങൾ പറയരുത്. 2004 മുതൽ 2013 വരെ എത്ര ലക്ഷം കോടി ഓയിൽ ബോണ്ട് ഇന്ത്യയെ കടപ്പെടുത്തി. ആ കടം തിരിച്ചടയ്ക്കേണ്ടത്